ഈയിടെ സന്ദർശിക്കാനിടയായ വളരെ പ്രശസ്തമായ ഒരു പള്ളിയെക്കുറിച്ചിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ സെയിൻറ്റ് ജോർജിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിലെ വിശേഷങ്ങളാണ്. ഇവിടെ ഇപ്പോൾ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന സമയമാണ്. മെയ് 3-4 ദിവസങ്ങളിലാണ് പ്രധാന തിരുനാൾ നടക്കുന്നത്. വളരെ പുരാതനമായ ഒരു പള്ളിയാണ്. പഴയ ഒരു പള്ളി ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഒരു കോമ്പൗണ്ടിൽ തന്നെ ഒരു പഴയ പള്ളിയുടെ അവശിഷ്ടവും അതുപോലെ 2 പള്ളികളും നമുക്ക് കാണാം. ഇവിടെ AD 593 ആദ്യത്തെ പള്ളി സ്ഥാപിതമായത്. AD 1080 സ്ഥാപിതമായ രണ്ടാമത്തെ പള്ളിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നമുക്ക് വളരെയധികം മനോഹരമായ കൊത്തുപണികൾ, മരത്തിലുള്ള വർക്കുകൾ എല്ലാം നമുക്ക് കാണാം. പുരാതനമായ രീതിയിലുള്ള പങ്കകൾ, ഫാനുകൾ നമുക്ക് കാണാം. പറവൂർ നിവാസികളായ കുറച്ചാളുകൾക്ക് പറവൂർ പോയി ആരാധനയിൽ പങ്കെടുക്കുക ബുദ്ധിമുട്ടായി വന്നപ്പോഴാണ് ഇവിടെ ഒരു പള്ളി തുടങ്ങണമെന്നൊരു ആശയം ഉദിച്ചത്. അങ്ങനെയാണ് ഏറ്റവും ആദ്യത്തെ പള്ളി ഇവിടെ സ്ഥാപിതമായത്. ഇതിപ്പോൾ നമുക്കറിയാം, ഗീവർഗീസ് പുണ്യാളന് നേർച്ചയ്ക്കായിട്ട് പൂവൻകോഴികളെയാണ് സാധാരണ കൊടുക്കുക. ലക്ഷണമൊത്ത പൂവൻകോഴികളെ പലരും ഇവിടെ നേർച്ചയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. ഇത് ആവശ്യക്കാർ ഇവയെ ലേലം ചെയ്ത് വാങ്ങിക്കുന്നു. ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, നമ്മൾ ലേലം ചെയ്ത് വാങ്ങിക്കുന്ന നേർച്ചക്കോഴികളെ ഈ കോമ്പൗണ്ടിൽ തന്നെ പാകം ചെയ്ത് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. ഈ പ്രാവശ്യം അതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് സ്കൂൾ കോമ്പൗണ്ടിലാണ്. ഇതാണ് ഏറ്റവും പ്രശസ്തമായ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സെയിൻറ്റ് ജോർജിൻ്റെ നാമധേയത്തിലുള്ള പള്ളി. ഒക്ടഗണൽ ഷേപ്പിൽ 8 മുഖങ്ങളുള്ള ഒരു ആകൃതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കേരള സ്റ്റൈലും യൂറോപ്യൻ സ്റ്റൈലും കൂടെ സമ്മിശ്രമായിട്ട് യോജിപ്പിച്ചിട്ടാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 സൈഡിലും കുരിശുപള്ളി പോലെയുള്ള 2 നിർമ്മിതികൾ നമുക്ക് കാണാം. വളരെ ഉയർന്ന ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് എടുപ്പിലും മട്ടിലും എല്ലാം ഒരു ഗാംഭീര്യമുള്ള ഒരു പള്ളിയാണിത്. വളരെയധികം മനോഹരമായ പെയിൻറ്റിങ്ങുകൾ കൊണ്ടും കൊത്തുപണികൾ കൊണ്ടും നല്ല രീതിയിൽ അത് അലങ്കരിച്ചിട്ടുണ്ട്. 2 ബെൽ ടവേഴ്സ്, ഡോം പോലെയുള്ളവ നമുക്ക് കാണാം. 2ൻ്റെ ഉള്ളിലും ബൈബിളിലെ വിവിധ ഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. പള്ളിയുടെ ഉൾവശവും വളരെയധികം മനോഹരമാണ്. നല്ല മനോഹരമായ പെയിൻറ്റിങ്ങുകൾ, കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. മദ്ബഹയോട് ചേർന്ന് കാണുന്ന ഈ വർക്ക് വിയറ്റ്നാമിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മാർബിളിൽ കൊത്തിവെച്ചിരിക്കുന്നതാണ്. ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനും മറ്റും വന്നതിൽ പിന്നെ ഇവിടെ എത്തിച്ചേരുക വളരെ എളുപ്പമാണ്. മറ്റ് പള്ളികളിൽ നിന്ന് അപേക്ഷിച്ച് ഈ വക കൊത്തുപണികൾ ഈ പള്ളിയെ വളരെയധികം പ്രത്യേകതയുള്ളതായി മാറ്റുന്നു. 2001 ജാനുവരി 1 പോപ്പ് ജോൺ പോൾ രണ്ടാമനാണ് ഈ പള്ളിയുടെ ശിലാസ്ഥാപനം നടത്തിയത്. വളരെ വിസ്തൃതമായ ഒരു കോമ്പൗണ്ടിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. വളരെയധികം ആളുകൾ പങ്കെടുക്കുന്ന, വളരെ ആഘോഷപൂർവമായ ഒരു തിരുനാൾ നടക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണിത്.